ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഇറങ്ങുന്നു ബംഗ്ലാദേശിനെതിരെ. പകൽ ഉച്ചയ്ക്ക് 2:30-ക്കാണ് മത്സരം. ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരാൾ നിൽപ്പുണ്ട് കേട്ടോ. വിളിക്കുന്നതിന് മുമ്പ് വന്നു. മുകളിൽ ഒരാളുണ്ടെന്ന് പറയുന്നില്ല. ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരാൾ നമ്മുടെ അരികിലുണ്ട്. എല്ലാം ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അറിയേണ്ടത് പറയുന്നില്ല. ശരി, ചെറുതായിട്ട് ബ്ലഷ് ചെയ്യുന്നുണ്ടോ മനു? ഇല്ല. എന്താണ് അറിയേണ്ടതെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആണോ ചാമ്പ്യൻസ് ട്രോഫി അല്ലേ? അപ്പോൾ 8 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ചാമ്പ്യൻസ് ട്രോഫി വരുമ്പോൾ ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക പ്രേമികൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ദുബൈയിലാണ് മത്സരം. സ്വാഭാവികമായും ആ ഒരു പിച്ചിൻ്റെ സ്വഭാവം ഇന്ന് വളരെ നിർണായകമാകും. കാരണം സ്പിന്നിനെ അനുകൂലിക്കുന്ന ഒരു വിക്കറ്റാണ്. അതുകൊണ്ട് തന്നെ സ്പിന്നർമാരായിരിക്കും ഇന്നത്തെ മത്സരത്തിൻ്റെ ഗതി നിർണ്ണയിക്കുക എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, രവീന്ദ്ര ജഡേജ ഈ 3 പേരുടെ നിരയാകും കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി. പക്ഷേ മനു ബുംറയുടെ പരിക്കുണ്ട്. പക്ഷേ ശരത്ത്, എനിക്ക് തോന്നുന്നു ഇന്നതൊരു വിഷയമാകാൻ സാധ്യതയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ദുബൈയിലെ പിച്ച് പേസിനെ തുണയ്ക്കുന്നൊരു പിച്ചല്ല, വേഗം കുറഞ്ഞൊരു വിക്കറ്റാണ്. അവിടെ സ്പിന്നർമാരാകും നിർണായകമാവുക. അതുകൊണ്ട് തന്നെ ഈ 3 പേരായിരിക്കും. ഈ 3 പേരെ നമുക്ക് കരുതി വെക്കാം. ഒന്ന് കുൽദീപ് യാദവ്, ഒന്ന് അക്ഷർ പട്ടേൽ, ഒന്ന് രവീന്ദ്ര ജഡേജ. ഈ 3 പേരാകും നിർണായകമാകാൻ പോവുക. ബാറ്റിംഗ് ലൈനപ്പ് ഗംഭീരമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് പരമ്പര, ഇംഗ്ലണ്ടിനെതിരായ പരമ്പര വൈറ്റ് വാഷ് ചെയ്ത് വരുമ്പോൾ മികച്ച ഫോമിലാണ്. പ്രത്യേകിച്ചും ശുഭ്മാൻ ഗില്ലാണ്. ഈ കളി തുടങ്ങുന്നതിന് മുൻപ് ഇന്ത്യക്ക് ഒരു ഇരട്ടി മധുരമുണ്ട്. ശുഭ്മാൻ ഗില്ല് ഏകദിന താരങ്ങളിൽ 1ാം റാങ്കിൽ ICC റാങ്കിങ്ങിൽ എത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ 2 സെഞ്ചുറികളുമായി കളം നിറഞ്ഞ ഗില്ല് തന്നെയാകും ഇന്നത്തെ ബാറ്റിംഗിലെ സൂപ്പർ സ്റ്റാർ എന്ന് സംശയം വേണ്ട. രോഹിത് ശർമ്മ ഫോമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ വിരാട് കോഹ്ലി ഒരു അർദ്ധ സെഞ്ചുറിയുമായി ഫോമിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിരയിൽ ബാറ്റിംഗിലും കാര്യമായ ആശങ്കകൾ വേണ്ട എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. ബംഗ്ലാദേശ് പക്ഷേ കരുതിയിരിക്കേണ്ട ഒരു എതിരാളികൾ തന്നെയാണ്. കാരണം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പിച്ചുകളിൽ, ഈ സ്പിൻ പിച്ചുകളിൽ കളിച്ച് പരിചയമുള്ളൊരു ടീം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തന്നെ ഇന്നത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ കരുതാം. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു പ്രധാനപ്പെട്ട ടൂർണമെൻ്റാണ്, ICC ഇവൻ്റാണ്. കാരണം ഒരുപക്ഷെ ഇനിയൊരു ICC ഇവൻറ്റിന് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ടീമിൽ ഉണ്ടാകുമോ എന്ന കാര്യം അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ICC ചാമ്പ്യൻസ് ട്രോഫി നേടിക്കേണ്ട ഒരു മടക്കം ഇന്ത്യൻ ആരാധകർ, ഇന്ത്യൻ കളിക്കാരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ ലോകകപ്പ് നേടിയപ്പോൾ അത് നമ്മൾ പറഞ്ഞതാണ്. അതിനുശേഷം തൊട്ടുപുറകെ ICCയുടെ മറ്റൊരു ഇവന്റ് കൂടി വരികയാണ്. 8 വർഷങ്ങൾക്ക് ശേഷമാണ് ചാമ്പ്യൻസ് ട്രോഫി മടങ്ങി എത്തുന്നത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. മറ്റൊരു സവിശേഷത, ഒന്നുകിൽ മനു നിർത്തണം, അതുകൊണ്ടല്ല, 1-2 കാര്യങ്ങൾ കൂടി ഉള്ളതുകൊണ്ടാണ്. ഇത് ദുബൈയിലാണ് നടക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യ മത്സരങ്ങൾ ദുബൈയിലാണ് നടക്കുന്നത്. പാകിസ്ഥാൻ ആതിഥേയരാണ്. പാകിസ്ഥാനും ബംഗ്ലാദേശും അങ്ങനെ നിൽക്കുമ്പോൾ ദുബൈയിലേക്ക് ഈ മത്സരങ്ങൾ വരുന്നു എന്നൊക്കെയുള്ള വലിയ സവിശേഷതയാണ്. നമ്മുടെ മലയാളികളൊക്കെ ഒരുപാട് ആളുകൾ കാണാനായിട്ടൊക്കെ പോകുന്ന ഒരു സമയമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ രഞ്ജിയിൽ കേരളം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ മനു. നല്ല സ്കോറാണ് 1ാം ഇന്നിങ്സിൽ നമ്മൾക്കുള്ളത്. ഗുജറാത്ത് നന്നായി തിരിച്ചടിക്കുന്നുണ്ട് അല്ലേ? ചെറുതായിട്ട് ഒരു പ്രശ്നം വെച്ചാൽ ഇന്ന് രഞ്ജിയിൽ വളരെ നിർണായകമായ ദിവസമാണ്. കാരണം നമ്മൾ 457 എടുത്തിട്ടുണ്ട്. പക്ഷേ 2 ദിവസവും 3ാമത്തെ ദിവസത്തിൻ്റെ ആദ്യ സെഷനിലെ 10 ഓവറും ബാറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ 457 എടുത്തത്. ഒരു മെല്ലെപ്പോക്കായിരുന്നു. ഓവർ സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവായിരുന്നു എന്നൊരു വിമർശനം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഓവർ ഡിഫൻസ് എടുത്ത കേരളത്തിൻ്റെ തന്ത്രം എത്രമാത്രം വിലപ്പോകുമെന്ന് ഇന്നേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. കാരണം ഗുജറാത്ത് അതേ രീതിയിലുള്ള മികച്ച തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇന്നലെ 2 സെഷനിൽ തന്നെ അവർ 221 റൺസ് അടിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നും അവർ അതേ രീതിയിൽ ആക്രമിച്ച് കളിച്ചാൽ കേരളത്തിന്റെ റൺസിന് മുകളിലേക്ക് പോയാൽ നമ്മുടെ ഫൈനൽ സാധ്യതകൾ മങ്ങും. അതുകൊണ്ട് നമ്മളെ വിക്കറ്റ് വീഴ്ത്തണം. പക്ഷേ ഈ മൊട്ടേറയുടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ബാറ്റിംഗിലെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും ഇന്നലെ വൈകുന്നേരത്തോടെ പിച്ച് ചെറുതായിട്ട് വിണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്പിന്നർമാർക്ക് അനുകൂലമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പന്ത് ബാറ്റിലേക്ക് എത്താൻ വൈകും. അപ്പോൾ സ്വാഭാവികമായും ബൗളർമാർക്ക് ഒരു ആധിപത്യം സ്പിൻ ബൗളർമാർക്ക് കിട്ടും. അത് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നതാണ് ചോദ്യം. പക്ഷേ അതിനെ മറികടന്ന് ആദ്യ സെഷനിൽ തന്നെ ഗുജറാത്തിന്റെ ബാറ്റർമാർ അടിച്ചു കളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അപ്പോൾ കേരളത്തിന്റെ ആ തന്ത്രം, അതായത് ഓവർ ഡിഫൻസ് എടുത്ത ആ തന്ത്രം എത്രമാത്രം ഫലപ്രദമാകുമെന്ന് ഇന്ന് വൈകുന്നേരത്തോടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. പ്രിയങ്ക് പഞ്ചാൽ എന്ന് പറയുന്ന ഗുജറാത്തിന്റെ കളിക്കാരൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം മികച്ചൊരു കളിയാണ്. നമ്മൾ മുഹമ്മദ് അസറുദ്ദീൻ 177 എടുത്തപ്പോൾ ഇപ്പൊ തന്നെ 117 റൺസുമായിട്ട് അയാൾ പുറത്താകാതെ നിൽക്കുകയാണ്. അതേ നാണയത്തിൽ കൂടുതൽ ആക്രമിച്ച് കളിച്ചാണ് മറുപടി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനു പറഞ്ഞതുപോലെ നമ്മുടെ ബൗളേഴ്സിലാണ് ഇന്നത്തെ കേരളത്തിന്റെ പ്രതീക്ഷ മുഴുവൻ നിൽക്കുന്നത്. അതെ, ഗുജറാത്തിന്റെ ഈ പാർട്ണർഷിപ്പിനെ ഒക്കെ ബ്രേക്ക് ചെയ്ത് പടപടാ വിക്കറ്റ് വീഴ്ത്തുക, അല്ലെങ്കിൽ കാര്യം സംഗതി കയ്യിൽ നിന്ന് പോകും എന്ന ഒരു അവസ്ഥ ചിലപ്പോൾ സംഭവിച്ചേക്കാം. പിച്ചിന്റെ മാറ്റമൊക്കെ സ്പിന്നേഴ്സിനെ തുണയ്ക്കുമോ? ഇന്നത്തെ വാർത്തകളിൽ അതൊക്കെ വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വനിതാ ക്രിക്കറ്റ് ലീഗിന്റെ സ്ഥിതി എന്താണ് മനു? നമുക്ക് ഫുട്ബോളിലേക്ക് കൂടി വനിതാ ക്രിക്കറ്റ് ലീഗ്
അതൊരു ചെറിയ പ്രശ്നമല്ല. ഞാൻ ആ വനിതാ ക്രിക്കറ്റ് ലീഗിനെ കുറിച്ച് പറയാനായിരുന്നില്ല ശരത്തേട്ട വന്നത്. അതിലും പ്രധാനപ്പെട്ട വലിയൊരു വാർത്ത നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഫുട്ബോളിലേക്ക് പോകണം. യെസ്, ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. അതുകൊണ്ട് അപ്പൊ ഈ ക്രിക്കറ്റ് അങ്ങ് തീരട്ടെ എന്ന് ഓർത്ത് അപ്പൊ നമുക്ക് ചാമ്പ്യൻസ് ലീഗിലേക്ക് വരാം. അത് വലിയ നിലയ്ക്ക് ഇപ്പോൾ റയൽ മാഡ്രിഡിന്റെ ഒരു ഗംഭീര ജയം എന്നതിനപ്പുറത്തേക്കുള്ള മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഉണ്ടായിട്ടുള്ള വലിയ പതനം, അതല്ലേ അതിന്റെ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിനെ സംബന്ധിച്ച്? അതായത് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിന്റെ ഘടന ഇത്തവണ ആകെ മാറിയിരിക്കുകയാണ്. പഴയതുപോലല്ല. അതായത് ആദ്യ 8 ടീമുകൾ മാത്രമാണ് നേരിട്ട് പ്രീ ക്വാർട്ടറിലേക്ക് കടക്കുക. പിന്നീട് വരുന്ന ടീമുകൾ പ്ലേ ഓഫ് കളിച്ച് വേണം പോകാൻ. അപ്പോൾ പ്ലേ ഓഫ് കളിക്കാൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ട്രോഫി നേടിയിട്ടുള്ള ടീമായ റയൽ മാഡ്രിഡ് 16ാം സ്ഥാനത്തായി പോയതുകൊണ്ട് തന്നെ പ്ലേ ഓഫ് കളിക്കേണ്ടി വന്നു. അങ്ങനെ പ്ലേ ഓഫ് കളിക്കപ്പോൾ എതിരാളിയായി വന്നത് മറ്റൊരു വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ആദ്യ പാദത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗ്രൗണ്ടായ എത്തിഹാദിൽ പോയിട്ട് റയൽ ജയം നേടിയതാണ്. അതേ രീതിയിൽ അതുപോലെ തന്നെ തിരിച്ചടിക്കാൻ വേണ്ടി ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ മത്സരത്തിൽ റയലിന്റെ ഗ്രൗണ്ടിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റി എത്തിയതാണ്. പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റയൽ അതിഗംഭീരമായി കളിച്ചു. എംബാപ്പെ ഹാട്രിക് നേടിയിരിക്കുന്നു എന്നതാണ് ഇന്നലത്തെ ഏറ്റവും വലിയ സവിശേഷത. റയലിന്റെ ആ മികവിന് മുന്നിൽ സിറ്റിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. 6-2 വൺ ജയവുമായി 2 പാദങ്ങളിലുമായി 6-2 വൺ ജയവുമായി റയൽ പ്രീ ക്വാർട്ടറിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ മാഞ്ചസ്റ്റർ സിറ്റി പുറത്തായിരിക്കുന്നു. മാഞ്ചസ്റ്റർ സിറ്റി പുറത്താകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. പെപ് ഗാർഡിയോളയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും വിലപിടിച്ച സാക്ഷാൽ മെസ്സിനെ അടക്കം ഈ രീതിയിലേക്ക് കൊണ്ടുവന്ന, ബാഴ്സലോണയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിക്കൊടുത്ത പെപ് ഗാർഡിയോളയുടെ പതനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം പ്രീമിയർ ലീഗിലടക്കം മാഞ്ചസ്റ്റർ സിറ്റി വലിയൊരു ദുരന്ത കാലത്തിലൂടെ കടന്നു പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മോശം പ്രകടനം, അവരുടെ സമീപകാലത്തെ ഏറ്റവും മോശം പ്രകടനം പ്രീമിയർ ലീഗിലടക്കം പുറത്ത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആകെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നത് ചാമ്പ്യൻസ് ലീഗിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നതായിരുന്നു. പക്ഷേ കരുത്തരായ റയലിന്റെ മുൻപിലേക്കാണ്. ഈ റയലിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് റയൽ എവിടെയൊക്കെ തോറ്റാലും പക്ഷേ ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുമ്പോൾ അവരുടെ കളി മാറും. പ്രത്യേകിച്ചും അവസാന മിനിറ്റുകളിലാണ് ഈ റയലിന്റെ ഒരു ഗംഭീര പ്രകടനം എല്ലാ തവണയും പുറത്തെടുക്കാറുണ്ടാവുക. ഇപ്പോൾ ഈ മത്സരത്തിന്റെ ആദ്യ പാദം, അതായത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ തട്ടകത്തിൽ നടന്ന ആദ്യ പാദത്തിൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി 2 ഗോളൊക്കെ അടിച്ച് ആദ്യം മുന്നിൽ കയറി പോയതാണ്. അവരങ്ങ് ആശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് റയൽ തനി സ്വഭാവം പുറത്തെടുത്തത്. അവസാന മിനിറ്റുകളിൽ തിരിച്ചടിച്ച് മിന്നും ഗോളുകളുമായി ജയം നേടി. ഇന്നലെ വന്നപ്പോൾ ആദ്യം മുതൽ തന്നെ റയലിന്റെ ആധിപത്യമാണ് കാണാൻ കഴിഞ്ഞത്. കിലിയൻ എംബാപ്പെ കളം നിറഞ്ഞു കളിക്കുന്നു. മനോഹരമായ ഒരു ഹാട്രിക്. അതിഗംഭീര ഗോളുകളും അതിഗംഭീര നീക്കങ്ങളുമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതിവേഗതയായിരുന്നു ഇന്നലത്തെ മത്സരത്തിന്റെ പ്രത്യേകതയായിട്ട് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ പെപ് ഗാർഡിയോളയ്ക്ക് ഇനി പെപ് ഗാർഡിയോളയുടെ ഭാവി പ്രീമിയർ ലീഗിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫുട്ബോളിൽ എന്താകും എന്നൊരു വലിയ ചോദ്യം കൂടി ബാക്കി വെച്ചുകൊണ്ടാണ് ഇന്നലത്തെ മത്സരം അവസാനിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ പെപ് ഗാർഡിയോള മാറിയേക്കുമോ, അല്ലെങ്കിൽ പെപ്പിന് എന്തു പറ്റി എന്നാണ് ചോദിക്കുന്നത്. പെപ്പിന്റെ എല്ലാ തന്ത്രങ്ങളും പാളുന്നു. എന്തു പറ്റി പെപ്പിനെ പോലൊരു ഇതിഹാസ പരിശീലകന് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്മേൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് ഈ മത്സരഫലവും, ഈ സിറ്റിയുടെ മാനേജ്മെന്റിന്റെ സ്വഭാവം നമുക്കറിയാം. അവർ മുഖം നോക്കാതെ തോറ്റു കഴിഞ്ഞാൽ അപ്പം പിടിച്ച് ആരാണെങ്കിലും പിടിച്ച് പുറത്താക്കുന്ന ടീമുകളാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം വലിയ ഏതായാലും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ച് വാർത്തകളിൽ ഇടം പിടിക്കാൻ പോവുകയാണ്. തുടർച്ചയായ അവരുടെ പരാജയങ്ങൾ ഏതൊക്കെ തരത്തിൽ ആ ടീമിനെ ബാധിക്കാൻ പോകുന്നു എന്നുള്ളത് കൂടിയാണ് വളരെ പ്രധാനപ്പെട്ട കായിക ലോകത്തെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പൊ ശരി കാണാം. ശരി കാണാം. ഓക്കെ.